ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കണ്ണൂർ പിണറായി യുവാവിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം പുറത്ത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ വിപിൻ രാജ് എന്നയാളുടെ വലതു കൈപ്പത്തി ചിതറിപ്പോയിരുന്നു. നിഖിൽ അളവൂർ നൽകും വിവരങ്ങൾ. നിഖിൽ, പേടിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. ഈ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു ഇയാളുടെ കൈപ്പത്തി നഷ്ടപ്പെടുന്ന വിധത്തിൽ സ്ഫോടനം ഉണ്ടായത് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. റീൽസ് ചിത്രീകരണത്തിനായി ഈ സ്ഫോടക വസ്തു പൊട്ടിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. അന്ന് നമുക്ക് ആദ്യ ദിവസം തന്നെ ഇതിന്റെ ഒരു സ്റ്റിൽ ഇമേജ് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്രത്തോളം ഭീകരമായ ഒരു സംഭവമായിരുന്നു എന്ന് ഈ ദൃശ്യം പുറത്തു വരുമ്പോഴാണ് വ്യക്തമാകുന്നത്. ഈ വലിയ പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടക വസ്തുവാണ് എന്ന് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം. അതിന്റെ തിരിക്ക് തീ കൊളുത്തുകയാണ്. അങ്ങനെ തീ കൊളുത്തി അത് എറിയാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ വെച്ച് തന്നെ അത് പൊട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കും. ഈ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടി വിപിൻ രാജിന്റെ 3 വിരലുകൾ അറ്റുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കയ്യിൽ നിന്ന് ചോരയൊലിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതിനുശേഷമുള്ള ശബ്ദത്തിലും പറയുന്നത് കൈ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണെന്ന് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ഈ കയ്യിൽ വെച്ച സ്ഫോടക വസ്തുവിന് തീ കൊടുത്ത് എറിയാൻ ശ്രമിച്ചത്. ആ എറിയുന്നതിനിടയിലാണ് കയ്യിൽ വെച്ച് തന്നെ ഇത് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബോംബ് നിർമ്മാണത്തിനിടെയാണ് വിപിൻ രാജിനെ പരിക്കേറ്റത് എന്ന രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ CPM-നെതിരെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം വിപിൻ രാജ് CPM പ്രവർത്തകനാണ്. നേരത്തെ പിണറായി വെള്ളിട്ടായിലെ കോൺഗ്രസ് ഓഫീസ് തകർത്തത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. 60ഓളം കേസുകളിൽ പ്രതിയാണ് വിപിൻ രാജ്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് എന്ന തരത്തിൽ വലിയ വിമർശനം CPM-നെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ബോംബ് നിർമ്മാണമല്ല, ഈ സ്ഫോടക വസ്തു കയ്യിൽ വെച്ച് പൊട്ടുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ ഇത്ര പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന്റെ സാഹചര്യം ഉൾപ്പെടെ ഇനി അങ്ങോട്ടും ചർച്ചയാകേണ്ടത് തന്നെയാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റീൽസ് വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഇത്തരത്തിൽ കയ്യിൽ വെച്ച് ഈ സ്ഫോടക വസ്തു കത്തിച്ച് എറിയാൻ ശ്രമിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ, എന്തായാലും നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.